ഇത് നമുക്ക് 430. 4,30,000 15 വണ്ടി അല്ലേ? 15 വണ്ടി. അത് പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റും കുറവായിരിക്കും. കംപ്ലൈന്റും കുറവാകും. 5,10. 5,10,000. നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക എല്ലാ വണ്ടികളും. 17 മോഡൽ ഇത് 5,90. 5,90 20 വണ്ടി കൊടുക്കും. 20 വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. അടിപൊളി. അതും പെട്രോൾ ആട്ടോ. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,65 കൊടുക്കാം. 4,65 കൊടുക്കാം. അത് ക്വാളിറ്റി വണ്ടികൾ. 18 അല്ലേ? 18. ഇത് നമുക്ക് 4,10 കൊടുക്കാം. 4,10 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 1 രൂപ പോലും മുടക്കണ്ട അല്ലേ? 1 രൂപ പോലും മുടക്കണ്ട. 1,90,000 ഫുള്ള് ലോൺ ചെയ്ത് 16 വണ്ടിക്ക് അല്ലേ? 16 വണ്ടി. അതെ, അടിപൊളി. 16 വണ്ടിക്കാണ് 1.1 പറയുന്നത്. അത്യാവശ്യം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാടധികം ചെറു വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു കിടിലൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് എല്ലാവരുടെയും ഒരു ആവശ്യം എന്ന് പറയുന്നതും അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ചെറിയ വണ്ടികൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വാഗണർ ആണെങ്കിലും റിച്ച് ആണെങ്കിലും i20 ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള ഏത് സാധനങ്ങളാണെങ്കിലും ഇന്നിവിടെ അവൈലബിൾ ആണ് കേട്ടോ. മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളി ക്വാളിറ്റിയാണ്. പിന്നെ വില കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അത് അപാകത ഉണ്ടെന്നൊന്നും അർത്ഥമില്ല. ഇവർക്ക് വില കുറച്ച് കിട്ടുമ്പോൾ ഇവർ നിങ്ങൾക്ക് വില കുറച്ച് തരും. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ അടിപൊളിയാണ്. ഒരു വണ്ടിയിൽ പോലും സ്ക്രാച്ചസോ ഡെൻറ്റോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾമോസ്റ്റ് ഒരു 10-70 വണ്ടി ഇവിടുത്തെ കാണിച്ചിരുന്നു. അത്ഭുതമാണോ എന്നറിയില്ല, എങ്കിലും ആ വണ്ടികളെല്ലാം ഇവിടെ നിന്ന് സെയിലായി പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വില കുറച്ചിട്ട് നല്ല വണ്ടികൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് സെയിൽ കൂടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കോളൂ. മെയിനായിട്ടുള്ള കാര്യം മറന്നുപോയി, നമ്മുടെ ഹസൻ ഖാൻ്റെ റീഡ്രൈവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ പുതിയ ഷോറൂമാണ്, ഗംഭീര ഷോറൂമാണ്. നമ്മൾ ഇതിന് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ വില കുറഞ്ഞ വണ്ടികൾ ബിസിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹസൻ ഖാൻ്റെ റീഡ്രൈവിൽ ഇതാ ഒരുപാടധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചാൽ നിരന്ന് കിടക്കുന്ന വണ്ടികൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹസൻ ഖാ, മാക്സിമം വില കുറച്ചിട്ട് കിടിലൻ വണ്ടികൾ ഇപ്രാവശ്യം ഓഫറാണ് അല്ലേ? പെരുന്നാളൊക്കെ ആയി, മാക്സിമം വില കുറച്ച് കൊടുക്കട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു മിക്കവാറും വണ്ടികൾ പോയി. അതാണ് ഇവിടെ നിന്ന് ഒരു മാസം അത്രയും വണ്ടികൾ സെയിലായി പോകണമെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റി, വിലക്കുറവ് എല്ലാം ഒരുമിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഷോറൂമിൽ ഇപ്പോൾ നിലവിൽ ഓൾമോസ്റ്റ് എത്ര വണ്ടി ഉണ്ടാവും? 86 വണ്ടി. 86 വണ്ടി അല്ലേ? 2 എപ്പിസോഡിൽ കാണിച്ചു കൊടുക്കാം. അടിപൊളി. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടിയാണ് ബലേനോ. മോഡൽ ഇത് 2016 ഡെൽറ്റ. ഇന്റീരിയർ ഫോട്ടോസ് കംപ്ലീറ്റ് ഒന്ന് അയച്ചു കൊടുക്കാം. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ്. ആൽഫന്റെ വീലും കാര്യമൊക്കെ ചെയ്ത വണ്ടിയാണ്. നല്ല നീറ്റ് ആട്ടോ വണ്ടി. ഫാൻസി നമ്പർ 18 അല്ലേ പറഞ്ഞേ? 16 ഡെൽറ്റ. അതെ. അപ്പൊ ഈ ബമ്പർ മാറിയതാ? ഗ്രില്ല് ബമ്പർ മാറിയില്ല. അതെ, അടിപൊളി. അപ്പൊ എന്തായാലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഡോർ ഉണ്ട്. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. സർവീസിലെ വണ്ടിയാണ്. ശരി. എന്താ വില? ഇത് 4,10 ഫുൾ കവർ ഇൻഷുറൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 16 വണ്ടിക്ക് 4,10 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. അതാണ് സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, അതിപ്പോ ഒരു പോലും മുടക്കാൻ എടുത്തു കൊടുക്കാം. പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. അതും 16 അല്ലേ? 4,10 ഉള്ളൂ. ഈ പറഞ്ഞ പ്രൈസിൽ എന്തെങ്കിലും നെഗോസിയേഷൻ ഉണ്ടോ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഈ റാപ്പിഡ് ആണ് 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 13 സിംഗിൾ ഓണർ. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ഡീസൽ അല്ലേ? അതായത് 2 ലിറ്റർ എഞ്ചിൻ വരുന്ന അത്യാവശ്യം നല്ല പവർഫുൾ സാധനം. പിന്നെ ഇത് ഫുൾ ഓപ്ഷനാ? ഇത് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ. ഫുള്ളല്ല, അലവിലില്ല. അപ്പൊ തൊട്ട് താഴെ വരും അല്ലേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. എന്താ വില? ഇത് നമുക്ക് 2,55. 2,55,000. സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് കമ്പനി സർവീസ്. ഇറങ്ങിയപ്പോ 10-20 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാട്ടോ ഇപ്പൊ ഈ പറഞ്ഞ പൈസക്ക് വരുന്നത്. 2,55,000 രൂപ ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ഇല്ലെങ്കിൽ 2,30 ലോൺ ചെയ്ത് കൊടുക്കും. അതാണ് ശ്രീരാമ. അതുപോലെ തന്നെ ആക്സിഡന്റ് ആണെങ്കിലോ? ഇത് 2016 എക്സെന്റ് ഡീസൽ. 16 ഡീസൽ അല്ലേ? 16 ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നമ്മുടെ i10 ഡിക്കിയുള്ള സാധനം. അതെ, ഡിക്കിലുള്ള ഊബറൊക്കെ ഓടിക്കാൻ അടിപൊളിയാട്ടോ. അതെ, നല്ല മൈലേജും കിട്ടും. 3 സിലിണ്ടർ എഞ്ചിനാ വരിക. അതെ. മാത്രമല്ല ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ടാക്സി ആക്കി കൂടെ? ടാക്സി ആക്കാം, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ശരി. 16 കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1.14 ഓടിയിട്ടുണ്ട്. 1.14 ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി ചോദിക്കുന്നില്ല. മേജർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. മേജറും മൈനറും ഇല്ല. റീപ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറയും. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് 3,10 പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 16 വണ്ടി. അടുത്തത് ഒരു സ്വിഫ്റ്റ് ആണ്. ഇത് ഏതൊക്കെ മോഡൽ? സ്വിഫ്റ്റ് ഡിസയർ 2013. ഡിസയർ അല്ലേ? ഡിസയർ 13 ആണ്. നല്ല നീറ്റ് അല്ലേ വണ്ടി? നീറ്റ് വണ്ടി, കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. 1.50 ഓടിയിട്ടുണ്ട്. ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. കിലോമീറ്റർ 1.52 ഓടി, കറക്റ്റ് ജെന്യൂൻ സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? വില നമുക്ക് 3,30. 3,30,000. അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വരിക, വന്ന് സംസാരിക്കുക, വണ്ടി ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം വർത്താനം പറയാം. i20 ആണെങ്കിലോ? i20 2015 ആസ്റ്റ. 15 ആസ്റ്റ. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 84,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർഷിപ്പ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. വൈറ്റ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,30. 4,30,000 15 വണ്ടി അല്ലേ? 15 വണ്ടി. അത് പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റും കുറവാകും. ഇനി സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 14-15 ഡീസൽ. 14-15 ഡീസൽ. റീപ്ലേസ് ഒന്നുമില്ല. 1.16 ഓട്ടം.
ഈ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. ഇത് നമുക്ക് 370 കൊടുക്കാം. വീഡിയോ 370 നെഗോഷ്യബിൾ ആവില്ലേ? ചെറിയ മാക്സിമം ഒന്ന് കുറച്ച് കൊടുക്കണോ? ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. ഇനി ഇതാണെങ്കിലോ? ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ആണ്, VXI അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടി. അതായത് 17 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടിയാണ്. വണ്ടി VXI എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ. പെട്രോൾ ഒക്കെ അത്യാവശ്യം മൈലേജ് ഒക്കെ 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. എത്ര? 15 കിലോമീറ്റർ. അതെ. ഇതെന്താ വില? ഇത് നമുക്ക് 4,15 കൊടുക്കാം. 4,15,000. ആലോചിക്കണം 17 വണ്ടിയാണ്. 2017 സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല. 4 രൂപ ലോൺ കയറുമോ? 4 രൂപ ലോൺ കയറും അല്ലേ? അതുപോലെ തന്നെ ലിവ ആണെങ്കിലോ? ഇത് 2017 VX ആണ് പെട്രോൾ. VX ആണോ VXD ആണോ? VX പെട്രോൾ ഡീസൽ ആണ്. VX ആണ്. അതും അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഡ്യുവൽ കമ്പനി വരുന്നതാണ്. അതെ 80,000 കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ സർവീസിലെ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. വിലയോ? 5,10. 5,10,000. നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക എല്ലാ വണ്ടികളും. 17 മോഡൽ 80 ഓടിയിട്ടുള്ള പ്രോപ്പർ സർവീസ്, ഇൻഷുറൻസ് ഫുൾ കവർ പുതിയത് അടച്ചും കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ടിയാഗോ? ഇത് 2021 ഓട്ടോമാറ്റിക്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 21 ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ AMT വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പിന്നെ വേറെ കാര്യമുണ്ട്, ചെറിയ വണ്ടിയാണ്, സ്ത്രീകൾക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന സാധനം. ഇത് 480 ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. 480 അല്ലേ? അതെ. ഇൻഷുറൻസ് ഉൾപ്പെടെയാണ്. അടിപൊളി. അതുപോലെ തന്നെ ഗ്ലാൻസ് കിടപ്പുണ്ട്. 2020 V പെട്രോൾ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 2020 സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. ഗ്ലാൻസിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ. അതെ, പെട്രോൾ മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 40 ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. അടിപൊളി. 20 അല്ലേ പറഞ്ഞേ? 20. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. ബോണറ്റോ ബമ്പറോ ഗ്രില്ലോ ഒന്നും മാറിയിട്ടില്ല. ശരി. എന്താ വില? ഇത് 590. 590 20 വണ്ടി കൊടുക്കും. 20 വണ്ടി ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. അടിപൊളി. അതും പെട്രോൾ ആട്ടോ. അതെ, പെട്രോൾ. കംപ്ലൈന്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? 18 ഓട്ടോമാറ്റിക് അല്ലേ? VXI ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ്, 4 പുത്തൻ ടയർ, റീപ്ലേസ് ഒന്നുമില്ല. കംപ്ലൈന്റ് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ സ്വിഫ്റ്റിനൊക്കെ എന്ത് പറയാനല്ലേ? ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് 5,10. 5,10,000 18 സിംഗിൾ ഓണർഷിപ്പ്, 4 പുത്തൻ ടയർ വണ്ടി, ഓട്ടോമാറ്റിക് AMT. അടിപൊളി. ഇതോ? ഇത് 2019 ഡീസൽ. 19 ഡീസലാണ്. 130 ഓടി കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഇത് റയർ സാധനമാണ് ഇപ്പൊ കിട്ടാൻ. ഡീസൽ ടൈറ്റാ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി, പ്രോപ്പർ സർവീസ്, ഒരു കംപ്ലൈന്റ് ഇപ്പൊ ലൈവിലില്ല. ഒന്നുമില്ല. ശരി. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 485 കൊടുക്കാം. 2019 ഒറിജിനൽ കേരള വണ്ടി, നമ്പർ ആയതല്ല, ഒറിജിനൽ കേരള വണ്ടി. അതായത് 485 19 ഒറിജിനൽ കേരള ഡീസൽ വണ്ടി. അതെ, ഡീസൽ അല്ലേ? ഡീസൽ. വീഡിയോയില് LDI കൺവെർട്ട് ചെയ്താണ് വീഡിയോ. ഇതാണെങ്കിലോ? ഇത് 2018 ഡീസൽ. റീപ്ലേസും കാര്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് സെറ്റും കാര്യമൊക്കെ ചെയ്ത വണ്ടി. വീഡിയോ കൺവെർട്ട് ചെയ്താ. ആൻഡ്രോയിഡ് സെറ്റ്, സീറ്റ് കവർ, സെന്റർ ലോക്ക്, ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 465 കൊടുക്കാം. 465 കൊടുക്കാം. ക്വാളിറ്റി വണ്ടികൾ. 18 അല്ലേ? 18. അത് കിലോമീറ്റർ എങ്ങനെ? കിലോമീറ്റർ 1:30 അടുത്തോടിയുണ്ട്. അതുപോലെ തന്നെ ഈ വരണയോ? ഇത് 2015 സിംഗിൾ ഓണർ 1.6 പെട്രോൾ SX. 1.6 പെട്രോൾ SX. പെട്രോൾ എന്ന് പറയുമ്പോഴാണ് ഒരു പ്രശ്നം. സിംഗിൾ ഓണർ ആണ്. 80,000 ഓടിയിട്ടുള്ള കറക്റ്റ് സർവീസും ഉണ്ട്. അടിപൊളി. നല്ല നീറ്റ് വണ്ടിയാണ്. റീപ്ലേസും ഇല്ല. SX എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി കൂടിയാണ്. എന്തൊക്കെ വില? ഇത് നമുക്ക് 410 കൊടുക്കാം. 410 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 1 രൂപ പോലും മുടക്കണ്ട. 410 നിങ്ങൾക്ക് വരണ എടുത്തോണ്ട്. അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലോ? സിറ്റി 2015 അല്ലേ? 15 V ആണ്. ഡീസലാണ്. അടിപൊളി. 15 പറയുമ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്തു അല്ലേ? ഗ്രില്ലും ബമ്പറും മാറി. അല്ല, ഹെഡ്ലൈറ്റ് മാറൂലേ? ഹെഡ്ലൈറ്റ്. അതേ പറഞ്ഞ അപ്പൊ ഫ്രണ്ടിലെ ബോണറ്റോ ഗ്ലാസ് ഒന്നും മാറിയില്ല. മേജർ ഇടിയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, മേജറും മൈനറും ഇല്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 1,12,000 കിലോമീറ്റർ ഓടി. ഡീസൽ അല്ലേ? നല്ല മൈലേജാ. അതെ, നല്ല ഗ്ലാസിന് ഇവിടെ ചെറിയ ക്രാക്ക് ഉണ്ട്, കാണൂല. നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഇത് 510. 5,10,000 2015 ഡീസൽ. അടിപൊളി. 5,10 നിങ്ങൾക്ക് 15 ഡീസൽ എടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ? ഇയോൺ അത് ബുക്കിംഗ് ആയതാ. 2016 അൾട്ടോണൂർ. 16 അൾട്ടോണൂർ LXI സെക്കൻഡ് ഓണർ. 16 LXI അല്ലേ? LXI. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് 1,95. 1,90,000 ഫുള്ള് ലോൺ ചെയ്തു. 16 വണ്ടി. അടിപൊളി. 16 വണ്ടിക്കാണ് 1,95. അത് സെയിം ഉണ്ടല്ലോ. ഇത് 2017 LXI. 17 LXI അല്ലേ? LXI ആണ്. ക്ലീൻ വണ്ടി, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വിലയോ? വില നമുക്ക് 2,30. 2,30,000. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഇത് പഴയ മോഡലാണ്. ഇത് 2013 LXI ആണ്. LXI സെക്കൻഡ് ഓണർഷിപ്പ്, 84,000 കിലോമീറ്റർ ഓടി. ഇത് നമുക്ക് 1,60 കൊടുക്കാം. 1,60 കൊടുക്കാം. 13 ഈ പറഞ്ഞ വിലയിലൊക്കെ കുറേ ഉണ്ടോ? ചെറിയ മാറ്റം വരുത്തി എല്ലാം കൊടുക്കാം. മാക്സിമം കുറച്ച് നമ്മൾ വീഡിയോയിൽ വരുന്നവരൊന്ന് ഹാപ്പി ആക്കി വിട്ടാൽ. അതെന്തായാലും ആവശ്യക്കാരാണ് നമ്മൾ എടുത്തിരിക്കും. അതാണ്, അത്രേ ഉള്ളൂ. മാക്സിമം നല്ല വണ്ടികൾ ഞാൻ ധൈര്യമായിട്ട് എടുത്തോ.
അതുപോലെ തന്നെ ഈ 2015 മാഗ്ന പ്ലസ് 15 മാഗ്ന പ്ലസ് ശരി എന്താ വില? ഇത് 160 കിലോമീറ്റർ 73,000 കിലോമീറ്റർ ഓടി. 160 നമുക്ക് 15 വണ്ടി മാഗ്ന പ്ലസ് ആണ്. അതെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഇതാണെങ്കിലോ? ഇത് 2018 സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ മാഗ്ന പ്ലസ്. എന്താ വില? ഇത് നമുക്ക് 230 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 18 വണ്ടിയാണ് മാഗ്ന പ്ലസ് 230 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഇനി ഇതോ? ഇത് 2018 ഇറ പ്ലസ്. 18 ഇറ പ്ലസ്. ഇതാണ് നമുക്ക് 240 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വെറും 60,000 കിലോമീറ്റർ ഓടി വണ്ടി. 2,40,000 രൂപയ്ക്ക് 18 വണ്ടി. അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. പക്ക സിംഗിൾ ഓണർ വണ്ടികളാണ്. ഇതാണെങ്കിലോ? ഇത് 2017 മാഗ്ന പ്ലസ്. ഇതാണ് നമുക്ക് 230 കൊടുക്കാം. ഇപ്രാവശ്യം എല്ലാ ഇയോണും മാഗ്ന ആണല്ലോ. ഒക്കെ മാഗ്ന പ്ലസ്. ഒന്ന് മാത്രമേ ഇറ ഉള്ളൂ. അതെ. ഇത് 2017. എന്താ വില? ഇത് നമുക്ക് 230 17 വണ്ടി അല്ലേ? 17 സിംഗിൾ ഓണർഷിപ്പ്, ഫാൻസി നമ്പർ, ഓൺലി 40,000 കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾ വരെ വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഒരു കംപ്ലൈന്റും ഇല്ലാതെ നമുക്കറിയാം, എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തോളാം. ഐറ്റം ആണെങ്കിലോ? ഐറ്റം 2017 സ്പോർട്സ്. 17 സ്പോർട്സ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ. വയനാട് കിലോമീറ്റർ 63,000 സിംഗിൾ ഓണർഷിപ്പ്. വയനാട് വണ്ടിയാണ്. എന്തൊക്കെ വില? ഇത് 310 ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കുക. 17 വണ്ടി സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതിനെന്തെങ്കിലും കുറയുണ്ടോ? ചെറിയ മാറ്റം, എല്ലാ ആൾ വന്ന് വണ്ടി പറ്റി കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കും. മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടും. മാക്സിമം ഫുള്ള് ലോൺ തന്നെ കിട്ടും. ഇനി ഇതാണെങ്കിലോ? ഇത് 2019-20 റെഡിഗോ അല്ലേ? റെഡിഗോ വെറും 43,000 ഓടി, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കുഞ്ഞൻ വണ്ടി അല്ലേ? മഴക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കണം. ഇത് നമുക്ക് എന്താ വില? ടൗൺ പർപ്പസ് ആണ്. ഇത് നമുക്ക് 2,25,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് ഫുള്ള് ലോൺ ചെയ്തു. ഇതിന്റെ 21 ന്യൂ ടൈപ്പ് നമ്മളെത്തുണ്ട്. ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് കാണിക്കാം. അത് നമുക്ക് 2.5 കൊടുക്കാം. ന്യൂ ടൈപ്പ് 2,30,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ്, 40,000 ഓടി. ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ ഇവിടെ സ്വിഫ്റ്റ് എടുക്കണ്ടല്ലോ. ഇത് 15 ZXi പ്ലസ് പെട്രോൾ. പെട്രോൾ ബട്ടർ സ്റ്റാർട്ട് അടക്കം വരും. 1,17 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമുക്ക് ഒരു 330 ഫുൾ കവർ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും. 330 ZXi പ്ലസ് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ 4-4.5 ഇപ്പൊ മാർക്കറ്റ് കളിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, പിന്നെ ഈ വരുന്നവർക്ക് കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അയച്ചു കൊടുക്കാം. നമ്മൾ ഇന്ത്യയിൽ ഒന്നും കാണിക്കുന്നില്ല. അത് കാണിച്ചു കൊടുക്കാം. വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. കാറ്റലോഗിലുണ്ട്. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2004 AC വണ്ടി. 29 വരെ പേപ്പർ എടുത്ത്. 29 വരെ പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ. 2004 40 കൊടുക്കുള്ളൂ. 38 രൂപ കൊടുക്കും. 29 വരെ പേപ്പർ ഉണ്ട്. 29 വരെ പേപ്പർ ഉള്ള വണ്ടി 38,000 ഇൻഷുറൻസ് പുതിയ അടച്ചു കൊടുക്കാം. വണ്ടി മോശമൊന്നുമില്ല. നല്ല വണ്ടിയാ. AC ഉണ്ട്. AC വർക്കിംഗ് ഇല്ല. വേറെ തട്ടുമുട്ട് കാര്യമൊന്നുമില്ല. വണ്ടി പക്ക റണ്ണിങ്. പാസ്പോർട്ട് പിന്നെ വേറെ കേസ് ഉണ്ടോ? 38,000 രൂപയ്ക്കൊക്കെ തരുന്ന വണ്ടി ഷോറൂം കണ്ടീഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. അതൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പൊ തൽക്കാലം 3-4 ആള് പഠിച്ചാൽ പൊളിച്ചാൽ കൊടുത്താൽ തട്ടുമുട്ട് പണിയൊക്കെ എടുത്ത് അങ്ങ് ഓടിച്ചെടുക്കാം. മുട്ടിട്ടില്ല. ഇപ്പൊ തട്ടിട്ട് മുട്ടിട്ടില്ല. ഇതാണെങ്കിലോ? ഇത് 2012 വീഡിയോ. 12 അല്ലേ? 12 വീഡിയോ 245. 12 വീഡിയോ 2,45,000. മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാ. ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ. ഇനി ഇതാ ഇവിടെ ഐറ്റം ഉണ്ടല്ലോ. 2014 ആസ്റ്റ സിംഗിൾ ഓണർ. 14 ആസ്റ്റ. അതായത് അലോയ് ഉൾപ്പെടെ എല്ലാ സാധനവും അടക്കം വരും. കറക്റ്റ് കമ്പനി സർവീസ്. അതെ അല്ലേ? കിലോമീറ്റർ ഒന്നുമില്ല. ഇത് കിലോമീറ്റർ 1.5 ഓടി. 1.5 ഓടി. കറക്റ്റ് സർവീസും ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ. എന്തൊക്കെ വില? ഇത് നമുക്ക് 3.5 കൊടുക്കാം. 3,05,000. അതൊക്കെ ഇൻഷുറൻസ് അടച്ചു 2 ജില്ലക്ക് കൊടുക്കൂലേ? ഒക്കെ കൊടുക്കാം. ആള് വന്നോളെ. വന്ന് സംസാരിച്ചാൽ മാത്രം മതി കേട്ടോ. ഇത് 2014 ടിസ്റ്റ് പവർ സ്റ്റാരിംഗ് അല്ലേ വണ്ടി. ഇത് 62,000 രൂപ. AC പവർ സ്റ്റാരിംഗ് പവറിന്റെ ഒക്കെ ഉണ്ട്. 2014-15 30 വരെ കൊണ്ടുനടക്കാം. അടിപൊളി. നല്ല ക്ലീൻ വണ്ടിയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു മാരുതി മാരുതി 2009 31 വരെ പേപ്പർ എടുത്ത വണ്ടി. 2031 വരെ MPFI ആണ്. AC ആണ്. AC ന്റെ MPFI ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. കംപ്ലൈന്റ് കുറവാണല്ലേ? കംപ്ലൈന്റ് കുറവാണ്. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. വെറും 65 രൂപയ്ക്ക് 2031 വരെ വണ്ടി കൊടുക്കാം. അടിപൊളി. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഒരു സിയാസും കൂടി കാണിച്ചു തരാം. സിയാസ് ഏതൊക്കെ മോഡൽ? ഇത് 2015 VDI. 15 VDI പ്ലസ് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. അടിപൊളി. അലൈവിലല്ലാത്തൊക്കെ വരും. ഡീസലാണ്. കമ്പനി സർവീസ് ഉണ്ട്. നല്ല മൈലേജും കിട്ടും. കിലോമീറ്റർ 1.18 ഓടി. 1.18 ടൈം ചെയിൻ കാര്യമൊക്കെ മാറിയുണ്ട്. പ്രൊജക്ട് എല്ലാം മൂന്നിൽ എല്ലാ സാധനവും ഉണ്ട്. അലൈവിലല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4.30 2015 ഡീസൽ VDI പ്ലസ് 4,30,000. ഏകദേശം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കും. 15 സ്വിഫ്റ്റിനേക്കാൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ നെക്സ്റ്റ് വണ്ടിയാണ് പ്രീമിയം വണ്ടി. അപ്പൊ എന്തായാലും നല്ലൊരു സിയാസ് വണ്ടി കണ്ടു നോക്കിക്കോ. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഹസൻക, നമ്മുടെ ഈ ആദ്യത്തെ എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി അല്ലേ? അവസാനത്തെ വണ്ടി നല്ല അടിപൊളി അൾട്ടീസ് ആണ്. അൾട്ടീസ് 2015 ഡീസൽ ജെ റീവണ്ടിയാണ്. 15 ഡീസൽ ആണ്. അതെ ഡീസൽ. ജെ ഓപ്ഷൻ. ജെ അപ്പൊ ഒരു മിഡിൽ ഓപ്ഷൻ ആണ്. അലവിൽ വരൂല. അല്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ വരും.
അത്യാവശ്യം വണ്ടി റീ ആണെങ്കിൽ ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 1.10 ഓടി. അതായത് പിന്നെ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണോ? കിലോമീറ്റർ അതർ സ്റ്റേറ്റിൽ നമ്മൾ ഏകദേശം അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഗ്ലാസ് മാറാ ഡോർ മാറൊന്നുമില്ല. പിന്നെ 20-25 കിലോമീറ്റർ മൈലേജ് അത്യാവശ്യം കൊള്ളാവുന്ന നല്ല വലിയൊരു വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 6,40. 6,40,000 രൂപയ്ക്ക് ഡീസൽ 2015 ഡീസൽ 15 ഡീസൽ അല്ലേ? മാറിയ വണ്ടി കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വരിക, വന്ന് വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇത്രയും വണ്ടികൾ നിരത്തി മുമ്പിൽ പുറകിലുള്ള കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടിയെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അല്ലേ? അയച്ചു കൊടുക്കൂലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഹസൻ ഖാന്റെ റീ ഡ്രൈവ് അല്ലേ ഇത്? റീ ഡ്രൈവ് ആണ് കേട്ടോ. എല്ലാവരും റെഡ് എന്നാണ് വായിക്കുന്നത് അല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ നല്ല കിടിലം വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരുവിധ വണ്ടികൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വണ്ടി എടുക്കുക, അവർക്ക് ഉപകാരം കിട്ടിയെന്ന് പറയുന്നതാണ് വലിയ കാര്യം. അപ്പോൾ എന്നാൽ ഇപ്പോഴും നമ്മൾ കാണിച്ച വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരും, ബഡ്ജറ്റ് പ്രൈസിൽ തരും അല്ലേ? ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ, പറയുമ്പോൾ പറയാലോ. അതെ അതെ അതെ, നിങ്ങൾ വരിക, വന്ന് നോക്കുക, വന്ന് നോക്കിയിട്ട് മാത്രം കമന്റ് ഇടുക. അതാണ് അതിന്റെ ഒരു മാന്യത അല്ലേ? ഒന്നും കാണാൻ എന്ത് പറയാനാ? ഇപ്പോൾ വന്ന് നോക്കിക്കോളുക. നിങ്ങൾക്ക് നല്ലൊരു വണ്ടി ഇവിടെ എന്തായാലും ഹസൻ ഖാൻ്റെ അടുത്തുണ്ട്. ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട. വലിയ വണ്ടികൾക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.